എല്ലാവർക്കും നമസ്കാരം. ഞാൻ മൂന്നാം ഭാഗം കൂടെ വായിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോ മൂന്നാം ഭാഗം കേൾക്കാം. രണ്ടാം ഭാഗം എവിടെ വരെ എത്തിയെന്ന് ഓർമ്മയുണ്ടോ? ബാലൻ തന്റെ ജ്യോതിഷാലയം, ശ്രീഭദ്ര ജ്യോതിഷാലയം ആൽത്തറയിൽ നിന്ന് കവലയിലെ ഒറ്റമുറി പീടികയിലേക്ക് മാറ്റി. ചെറിയ ചെറിയ ഉയർച്ച വന്നു തുടങ്ങുക. അപ്പൊ തുടർന്ന് വായിക്കട്ടെ. വായിക്കാട്ടോ. ഇവിടെ അടുത്ത് ഫ്ലാറ്റിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ അതിലെ ഷീറ്റുകളൊക്കെ കൊണ്ട് നമ്മളിട്ട് താഴേക്ക് ഇടുന്നുണ്ട്. ഞാൻ തന്നെ ചിലപ്പോൾ വായിക്കുമ്പോൾ ഞെട്ടു അതിന്റെ ശബ്ദം കേട്ടിട്ട്. അപ്പൊ ചെറിയൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ചിലപ്പോ വീഡിയോയിൽ ഉണ്ടാവാം, ക്ഷമിക്കാം. കഥയിലേക്ക്. അന്ന് നാട്ടുകാർ ഉണർന്നെഴുന്നേറ്റത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടാണ്. ചെറുകുന്നത്ത് കാവിലെ ഭഗവതിയുടെ അമ്പലത്തിലെ കൊടിമരം ഇന്നലെ രാത്രി മറിഞ്ഞു വീണിരിക്കുന്നു. പുരാതനമായ ക്ഷേത്രമാണ്. നാട്ടിലെ കമ്മിറ്റിക്കാരാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. ഉടമകളായിരുന്ന മേച്ചേരി മനക്കൽ സന്തതികൾ ഇല്ലാതായതോടെ അവിടുത്തെ ആത്തേമ്മ അമ്പല കാര്യങ്ങൾ നാട്ടുകാരോട് നോക്കി നടത്താൻ ഏൽപ്പിച്ചു. മനയുടെ സ്വത്തുക്കളെല്ലാം ചില കുബുദ്ധികൾ സൂത്രത്തിൽ കൈക്കലാക്കിയിരുന്നു. നാട്ടിലെ പ്രമാണിമാരായ ചിലരായിരുന്നു ആദ്യകാലത്തെ ക്ഷേത്രഭരണം. എന്നാൽ ഇപ്പോൾ അവർക്കും ശ്രദ്ധയില്ലാതായി. വരുമാനവും കുറഞ്ഞു വന്നു. ക്ഷയിച്ചു തുടങ്ങിയ അമ്പലവും പരിസരവും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിലായി. അയൽപക്കത്ത് താമസിക്കുന്ന കുറച്ച് വീട്ടുകാർ മാത്രം തൊഴാൻ വന്നാലായി. അതും എന്നും ഇല്ലതാനും. ആ ക്ഷേത്രത്തിലെ കൊടിമരമാണ് മറിഞ്ഞു വീണിരിക്കുന്നത്. ഈ വാർത്ത കേട്ട് നാട്ടുകാർ അങ്ങോട്ട് പാഞ്ഞു. വീണുകിടക്കുന്ന കൊടിമരത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ഫോട്ടോയും സെൽഫിയും എടുക്കാനുള്ള തിരക്കായിരുന്നു. പ്രായമായവർ ഇക്കാര്യത്തിൽ വിദഗ്ധരെ പോലെ അഭിപ്രായങ്ങൾ ചൊരിഞ്ഞു. അമ്പല ഭരണസമിതിയുടെ അലംഭാവം, ഭഗവതിയെ തിരിഞ്ഞു നോക്കാതെ തള്ളിക്കളഞ്ഞ നാട്ടുകാരുടെ നിരീശ്വരവാദം, നാട്ടിലെ ചെറുപ്പക്കാരുടെ താന്തോന്നിത്തരം, തെങ്ങുകയറാൻ വരുന്ന കറുപ്പന്റെ അഹംഭാവം, അങ്ങനെ കണ്ണിൽ കാണുന്ന കുറ്റവും കുറവും എല്ലാം ഭഗവതിയുടെ കോപത്തിന് കാരണങ്ങളായി നിരത്തി. പക്ഷെ ഏറ്റവും അധികം എല്ലാവരെയും ചിന്താവിഷ്ടരാക്കിയത് മേച്ചേരി മനക്കിലെ ആത്തോലമ്മ പറഞ്ഞു എന്ന് അവിടെ പണിക്ക് ചെല്ലണ പാറു അമ്മ പറഞ്ഞ ആ കാര്യമായിരുന്നു. കൊടിമരം നിലം പതിക്കണ ദിവസം എല്ലാം കഴിയും, നാട് നശിക്കും. മഹാമാരിയോ വെള്ളപ്പൊക്കമോ അഗ്നിബാധയോ അങ്ങനെ എന്തെങ്കിലും പൊട്ടിപ്പുറപ്പെടും. ഇതൊന്നും വെറുതെ പറയണതല്ല. അമ്പലത്തിന്റെ ജാതകം പോലെ ഒന്ന് മനക്കിലെ പൂജാമുറിയിൽ ഇരിപ്പുണ്ട്. പഴയ വട്ടെഴുത്ത് ലിപിയിൽ തയ്യാറാക്കിയ ഒരു ഗ്രന്ഥം. അതിൽ ചിലതൊക്കെ വിശദമായി എഴുതിയിട്ടുണ്ടത്രേ. ഇന്നുവരെ സംഭവിച്ച നാട്ടിലെ എല്ലാ പ്രധാന സംഭവങ്ങളും ആ ഗ്രന്ഥത്തിൽ കടുകിടവിടാതെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുകൂടി പാറുവമ്മ പറഞ്ഞപ്പോ കേട്ടവർ എല്ലാവരും ചിന്തയിലാണ്ടു. കല്ലൂപ്പറമ്പിലെ ദേവകിയുടെ ഏക മകൾ ജാനകി ദുർമരണം പ്രാപിക്കുമെന്ന് പോലും ആ പുസ്തകത്തിലുണ്ടത്രേ. അന്ന് പാലത്തിന്റെ കൈവരി തകർത്ത് കോവിൽപ്പുഴയിലേക്ക് പതിക്കുമ്പോൾ ശ്രീരാമജയം ബസ്സിൽ ജാനകിയും ഉണ്ടായിരുന്നു. പുഴയ്ക്ക് കുറുകെ പാലം വരുന്നതിനും ഒരു 200 വർഷം മുമ്പ് എഴുതപ്പെട്ടു എന്ന് കരുതുന്ന ആ പുസ്തകത്തിൽ ഈ മരണം എങ്ങനെ കടന്നു വന്നു എന്ന് നാട്ടിലെ തത്വജ്ഞാനികൾക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. കൊടിമരം മറിഞ്ഞു വീണതിന്റെ 3-ാം നാൾ കിഴക്കേ മാളികയിൽ ഗോവിന്ദൻ നായരുടെ വീടിന്റെ ഒരു ഭാഗം ഒരു കാരണവുമില്ലാതെ ഇടിഞ്ഞു വീണു. വീടിന്റെ ഭാഗം എന്ന് പറയാൻ പറ്റില്ല. പശുവൊന്നുമില്ലാത്ത പഴയ കുറേ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ചിതലരിച്ചു തുടങ്ങിയ തൊഴുത്തായി ഉപയോഗിച്ചിരുന്ന കെട്ടിടം അങ്ങ് ചുമ്മാ തകർന്നു വീണു. താമസിക്കുന്ന വീടിനോട് ചേർന്ന് തന്നെയാണ് ആ തൊഴുത്തിന്റെ സ്ഥാനം. നാട്ടിൽ പക്ഷെ എല്ലാവരും കേട്ടത് ഗോവിന്ദേട്ടന്റെ വീടിന്റെ ഒരു ഭാഗം വീണു എന്നാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ നാട്ടിൻപുറത്തൊരു ന്യൂസ് പരക്കുന്ന രീതി. പട്ടണമായാലും ഏതാണ്ട് അതൊക്കെ തന്നെ. ഒരു വീട് ഇടിഞ്ഞു വീഴുന്നതായിരിക്കും നാട്ടിലെ ദുരന്തങ്ങളുടെ തുടക്കമെന്ന് മനക്കിലെ പുസ്തകത്തിലുണ്ടെന്ന് ആത്തോലം അത് വായിച്ച് പാറു അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടതോടെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും നാട്ടുകാർക്ക് പേടിയായി. കഴിഞ്ഞ കൊല്ലം പണിത വാർക്ക കെട്ടിടത്തിന്റെ പോലും ബലം പരിശോധിക്കാൻ ഗൾഫ് കുമാരൻ എഞ്ചിനീയറെ വരുത്തി എന്നതിൽ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ. ഉടൻ അമ്പല കമ്മിറ്റി കൂടണമെന്ന് നാട്ടുകാരുടെ കൂടി ആവശ്യമായി. സാധാരണ കമ്മിറ്റി കൂടാറുള്ളത് വാലുമ്മൽ വാസുമേനോന്റെ വീട്ടിലെ വരാന്തയിലാണ്. ആകെ 4 പേര് വന്നാലായി. കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും ഒക്കെ മേനോൻ തന്നെ. പക്ഷെ ഇത്തവണ നാട്ടുകാരുടെ കൂടി ആവശ്യമായതുകൊണ്ട് പങ്കെടുക്കാൻ ഏതാണ്ട് 60ഓളം പേരുണ്ടായിരുന്നു. പഴയതും പുതിയതുമായ വീട് ഇടിഞ്ഞു വീണാൽ പിന്നെ എന്തു ചെയ്യും എന്ന ചിന്ത തന്നെ മുൻപന്തിയിൽ.
എന്തിനേറെ പറയുന്നു, മറിഞ്ഞു വീഴുമെന്ന ഭീതിയിൽ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഉയരം കൂടിയ വൃക്ഷങ്ങൾ വെട്ടാൻ തീരുമാനിച്ചവരും ഏറെ ഉണ്ടായിരുന്നു യോഗത്തിൽ പങ്കെടുക്കാൻ. 5 മിനിറ്റ് കൊണ്ട് കഴിയാറുള്ള കമ്മിറ്റി യോഗം അന്ന് കഴിയാൻ മണിക്കൂറുകൾ എടുത്തു. കമ്മിറ്റിക്കാരെ കുറ്റം പറഞ്ഞിട്ട് നാട്ടുകാർക്ക് മതിയാവുന്നില്ല. ഞങ്ങളുടെ കിടപ്പാടം പൊളിയാതെ നോക്കേണ്ട ഉത്തരവാദിത്തം അമ്പല കമ്മിറ്റിക്കാണെന്ന് വരെ വാദിച്ചവരുണ്ട്. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ക്ഷേത്ര പുനരുദ്ധാരണം അടിയന്തരമായി നടത്താൻ ഒരു ഗംഭീര കമ്മിറ്റി ഉണ്ടാക്കി. നാട്ടിലെ പ്രമാണിമാരും പ്രമാണം ഒന്നും സ്വന്തമായി ഇല്ലാത്തവരും ഒക്കെ കമ്മിറ്റിയിൽ എത്തപ്പെട്ടു. എന്തിന്, അന്യമതസ്ഥരായ ചിലർ കൂടി തങ്ങളും കൂടെയുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് കേട്ട് ഭഗവതി വരെ കോൾമയിർ കൊണ്ടിരിക്കണം. മുതിർന്ന തലമുറയിലെ ആൾക്കാരെ കൂട്ടി മേച്ചേരി മനക്കിലെത്തിയ കമ്മിറ്റിക്കാരുടെ വാതിൽപ്പടി വരെ വന്നു നിന്ന ആത്തോലമ്മ പറഞ്ഞു, ദേവപ്രശ്നം വെപ്പിക്കൂ. ദേവിയുടെ ഹിതം എന്തെന്നറിഞ്ഞു വേണം ഇനിയുള്ള കാര്യങ്ങൾ. അതെ, അതാണ് കീഴ്വഴക്കം. ഇത്തവണ കമ്മിറ്റിയിൽ എതിരഭിപ്രായം ഒന്നും ഉണ്ടായില്ല. വീഴാൻ പോകുന്ന സ്വന്തം വീടിനേക്കാൾ വലുതല്ലല്ലോ ഒരു അഭിപ്രായ പ്രകടനവും. പക്ഷെ ആരെ കൊണ്ടുവരും? എന്ത് ചെലവ് വരും? അറിവുള്ള ജഗന്നാഥവർമ്മ പറയട്ടെ. ഇത്തരം കാര്യങ്ങൾ നടത്തി പരിചയം മുൻ ദേവസ്വം കമ്മീഷണർക്ക് ഉണ്ടാവുമല്ലോ. ചിലവ് എത്ര വേണമെങ്കിലും ആകാം എന്നല്ലാതെ കൃത്യമായി എത്ര വരും എന്ന് മൂപ്പർക്ക് ഓർമ്മ വരുന്നില്ല. അത് പിന്നെ എത്ര വീട്ടിൽ കൊണ്ടാകാം എന്നല്ലാതെ മറ്റൊന്നും ഉദ്യോഗത്തിലിരുന്ന കാലത്ത് ചിന്തിക്കാത്തതിന്റെ കുഴപ്പം. കോട്ടയ്ക്കൽ വിജയം പണിക്കരെ വരുത്താം. അയാളാ ഈ കാര്യങ്ങൾക്കൊക്കെ നല്ലത്. വർമ്മ സാറിന്റെ അഭിപ്രായം തന്നെ നടക്കട്ടെ. പക്ഷെ അന്വേഷിച്ചു പോയ കമ്മിറ്റി അംഗങ്ങൾ നിരാശരായി മടങ്ങി. വിജയം പണിക്കർ ഡെങ്കി പിടിച്ച് ആകെ അവശ നിലയിലാണ്. ഒരു 3-4 മാസത്തേക്ക് യാത്രകളൊന്നും വയ്യ. പക്ഷെ അത്രയും കാലം ഗ്രാമത്തിലെ വീടുകളുടെ ഉത്തരം ഒരു കുഴപ്പവുമില്ലാതെ നിലനിൽക്കും എന്നൊരു ഉറപ്പുമില്ലാത്തത് കൊണ്ട് അമ്പല കമ്മിറ്റിക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ഉടനെ അടുത്ത യോഗം ചേർന്നു. ഗ്രാമത്തെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന പ്രശ്നം എത്രയും വേഗം തീർക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് എല്ലാവരും തല പുകച്ചു. ഒടുവിൽ ചിലരുടെ ചിന്ത ശ്രീഭദ്ര ജ്യോതിഷാലയത്തിൽ ചെന്ന് നിന്നു. വാദങ്ങളും പ്രതിവാദങ്ങളും ഉണ്ടായി. ആ ബാലൻ ജോത്സ്യന് ഇതൊക്കെ അറിയാമോ എന്ന് ചിലർ. അയാൾ ശരിക്കുള്ള ജോത്സ്യൻ തന്നെയാണോ എന്ന് മറ്റു ചിലർ. പാരമ്പര്യമുള്ള ആൾക്കാരെ തന്നെ ദൈവപ്രശ്നം പോലുള്ള മഹാകാര്യങ്ങൾ ഏൽപ്പിക്കണം എന്ന് വേറെ ആളുകൾ. പക്ഷെ അങ്ങനെ ഒരാൾ എവിടെ? ഇനി അത്തരം ഒരാളെ തപ്പി കണ്ടുപിടിച്ചുകൊണ്ട് വരുമ്പോഴേക്കും എത്ര വീടുകൾ ആൾക്കാർ ബാക്കി ഉണ്ടാവുമെന്ന് ആർക്കറിയാം? അതോ ഇനി അതിനു വേറെ പ്രശ്നം വെപ്പിക്കേണ്ടി വരുമോ? ഇങ്ങനെ വാദപ്രതിവാദങ്ങൾ മുറുകി. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബാലൻ ജോത്സ്യൻ നടത്തിയ പ്രവചനങ്ങൾ അച്ചട്ടായ വാർത്തകൾക്കായിരുന്നു മുൻതൂക്കം. ചിലതൊക്കെ അല്പം അതിശയോക്തി കലർന്നതായിരുന്നു എന്ന അഭിപ്രായം ചില അഭിനവ യുക്തിവാദികൾക്കുണ്ടായിരുന്നുവെങ്കിലും ഇത്തരം ആപൽ ഘട്ടങ്ങളിൽ വാർത്തകളിലെ യുക്തിയേക്കാൾ വിശ്വാസ്യത പറയുന്ന രീതിക്കാണ്. ഒടുവിൽ കമ്മിറ്റി ഭൂരിപക്ഷമായി തീരുമാനിച്ചു, ബാലൻ തന്നെ ശരണം. 3 നാട്ടുപ്രമുഖർ പിറ്റേന്ന് തന്നെ ബാലനെ കണ്ട് കാര്യം അറിയിച്ചു. ബാലൻ സ്വാഭാവികമായും ഒന്നും അടിച്ചു. ഇത്ര വലിയ കാര്യമൊന്നും ചെയ്ത് പരിചയമില്ല, അറിവുമില്ല. അതുകൊണ്ട് കൂടുതൽ അറിവുള്ള ആരെയെങ്കിലും ഏർപ്പാടാക്കണം, തന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു നോക്കി. പക്ഷേ കമ്മിറ്റിക്കാർക്ക് അതൊന്നും ചെവിക്കൊള്ളാനുള്ള മാനസികാവസ്ഥയല്ല ഉണ്ടായിരുന്നത്. തലയ്ക്ക് മീതെ സ്വന്തം കൂരയുടെ ഉത്തരത്തിനു മീതെ മറിഞ്ഞു വീഴാൻ നിൽക്കുന്ന ദേവീ കോപം മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ. ഈ ഗ്രാമത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഈ പരിസരത്തൊക്കെ ജനിച്ചു ജീവിച്ച ബാലൻ തന്നെ വേണ്ടേ ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ എന്ന് ചെമ്മന പരമേശ്വരൻ മുതലാളി ബാലന്റെ കൈ പിടിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചു. പണ്ട് ഒരു ജോലിക്ക് വേണ്ടി ഇതേ മുതലാളിയുടെ വീട്ടുപടിക്കലും ഫാക്ടറിയുടെ വാതിൽക്കലും കാത്തു നിന്നതും അന്ന് തീരെ ദയയില്ലാതെ കണ്ട കണിയാനും കറമ്പനും കൊടുക്കാൻ ജോലിയൊന്നും ഇരിപ്പില്ല എന്നും മുഖത്ത് ആട്ടിയ മാതിരി പറഞ്ഞു വിട്ട അതേ പരമേശ്വരൻ. ഭഗവാന്റെ ഓരോ ലീലകൾ. അവസാനം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ബാലന് സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ തന്നെ പഞ്ചാംഗം നോക്കി പ്രശ്നത്തിനുള്ള സമയം കുറിച്ച് വാങ്ങിയാണ് നാട്ടുകാർ മടങ്ങിയത്. ദൈവപ്രശ്നത്തിന്റെ ദിവസം അടുത്തു വരുന്തോറും ബാലന് മനസ്സിൽ തീയായിരുന്നു. അച്ഛനുണ്ടായിരുന്നെങ്കിൽ സംശയ നിവൃത്തി വരുത്താമായിരുന്നു. ജ്യോതിഷ സംബന്ധിയായ പുസ്തകങ്ങൾ കുറെ തപ്പി വായിച്ചു നോക്കി. ക്ഷേത്ര നിർമ്മിതിയെക്കുറിച്ചുള്ള പുരാതന ഗ്രന്ഥങ്ങൾ തപ്പി നടന്നു. മനസ്സിനൊരു സ്വസ്ഥതയും ഇല്ലാതായി. എങ്ങനെ ഇതൊന്ന് കഴിച്ചു കൂട്ടും? ഒരു രാത്രി അയാൾ വിൻസെന്റിന്റെ വീട്ടിൽ ചെന്ന് കയറി. ബാലന്റെ മനസ്സിൽ തന്റെ രക്ഷകൻ അയാളാണല്ലോ. വിൻസെന്റിനും ഇപ്പോൾ നല്ല കാലമാണ്.
ഒരു കൊല്ലത്തിലേറെയായി പിച്ച തെണ്ടലൊക്കെ അവസാനിപ്പിച്ചു. ഇപ്പോൾ സ്ഥിരം പണിയുണ്ട്. പണ്ട് അപ്പന്റെ മരപ്പണി കുറച്ചൊക്കെ പഠിച്ചെടുത്തു വെച്ച് അല്പസ്വല്പം കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. യാദൃശികമായി അച്ഛന്റെ ഒരു പഴയ കൂട്ടുകാരൻ, ആളിപ്പോ ഗൾഫിലാണ്, സ്വന്തമായി പണിയുന്ന വീടിന്റെ മരപ്പണി ആശാൻ തന്നെ ചെയ്യണം എന്ന് നിർബന്ധിച്ചു. അധിക നേരം ഒരേപോലെ ഇരിക്കാൻ പറ്റില്ല എങ്കിലും മകനെ കൂട്ടി പണിക്ക് പോകാൻ ലാസർ തീരുമാനിച്ചു. വിൻസെന്റിന്റെ ജാതകം അവിടെ നിന്നും ഒരു ട്വിസ്റ്റ് എടുത്തു. ഇപ്പോൾ അയാൾ സാമാന്യം തിരക്കുള്ള മരപ്പണിക്കാരനാണ്. ബാലനെ കണ്ട് സന്തോഷത്തോടെ വിൻസെന്റ് ചോദിച്ചു, എന്താ ഈ പഴയ ഭിക്ഷക്കാരനെ തേടി ഈ ഭാഗ്യപ്രവാചകൻ വന്നെത്തിയത്? കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ വിൻസെന്റ് ഒരു പ്രായോഗിക ബുദ്ധി പറഞ്ഞുകൊടുത്തു. ആരുമില്ലാത്ത സമയത്ത് ഈ അമ്പല പരിസരം ഒന്ന് നിരീക്ഷിക്കുക, അവിടെയുള്ള പ്രത്യേകതകൾ ഒന്ന് മനസ്സിലാക്കുക, പരിചയക്കാരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ആവാം. പിന്നെ ആ വീണ് കിടക്കുന്ന കൊടിമരത്തിന്റെ അവസ്ഥ എന്താണെന്ന് കൂടി പരിശോധിക്കുകയും വേണം. പിറ്റേന്ന് രാവിലെ അമ്പലത്തിൽ തൊഴാനായി എത്തിയവരുടെ കൂട്ടത്തിൽ ബാലനും ഉണ്ടായിരുന്നു. അയാളെ തിരിച്ചറിഞ്ഞ ക്ഷേത്ര കമ്മിറ്റിക്കാർ സന്തോഷത്തോടെ സ്വീകരിച്ചു. എല്ലാം ചുറ്റി നടന്ന് കാണുന്ന കൂട്ടത്തിൽ ബാലൻ കൊടിമരത്തിന്റെ ചുവട്ടിൽ നിന്നും ഒരു മരക്കമ്പും തറയിലെ ഇളകിക്കിടക്കുന്ന അല്പം മണ്ണും ശേഖരിച്ചു. അന്ന് വൈകിട്ട് വിൻസെന്റിനെ വീണ്ടും കണ്ടു. ബാലൻ ശേഖരിച്ചു കൊണ്ടുവന്ന സാധനങ്ങൾ പരിശോധിച്ച വിൻസെന്റ് രണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു. ബാലേട്ടാ, ഈ മരം പഴക്കം ചെന്നതാണ്. ഇതിന്റെ കാതൽ ചിതൽ തിന്നിട്ടുണ്ട്. ഈ മണ്ണിൽ ചിതലിന്റെ അംശമുണ്ട്. അപ്പോൾ പിന്നെ കൊടിമരം മറിഞ്ഞു വീഴാൻ ഇതൊക്കെ സ്വാഭാവികമായ കാരണങ്ങളാണ്. പിന്നൊക്കെ ബാലേട്ടന്റെ യുക്തി പോലെ. പഠിച്ച വിദ്യകളെയും അച്ഛനടങ്ങുന്ന ഗുരുകാരണവന്മാരെയും 33 ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ബാലൻ പ്രശ്നവിചാരം ആരംഭിച്ചു. പ്രശ്നവശാൽ കാണുന്ന ദോഷങ്ങളെക്കുറിച്ച് ദീർഘനേരം സംസാരിച്ചു. ക്ഷേത്രം ക്ഷയിച്ചു. ഭഗവതിയുടെ ചൈതന്യവും അതോടൊപ്പം ആരും നോക്കാനും സംരക്ഷിക്കാനും ഇല്ലാതായാൽ ഓരോന്നായി വീഴാൻ തുടങ്ങും. അത് പ്രകൃതി നിയമം. ഇവിടെ ഈ കരയുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ നിശ്ചയിക്കാൻ ഞാൻ ആളല്ല. എല്ലാം ദേവിയുടെ കൃപാ കടാക്ഷം. അങ്ങനെ ഞാൻ 3-ാം ഭാഗവും നിർത്തി, വായന നിർത്തി. ഇനി 4-ാം ഭാഗമായിട്ട് വരാട്ടോ. 4-ാം ഭാഗത്തോടെ മിക്കവാറും ആ കഥ തീരും. 2-3 പേജ് വായിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് നീണ്ടു പോവും ഈ ഒരു വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. 4-ാം ഭാഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നന്ദി, നമസ്കാരം. കേൾക്കണം കേട്ടോ.